ഹലോ ഗൈസ്, തമ്പനയിലിൽ കണ്ട പോലെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നെൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്നത്. അതും രാവിലെ തന്നെ. രാവിലെ ഇതാ 5 മണിയാവുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അമ്മ രാവിലെ ചായ ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ. അടുക്കളയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഈ സമയത്ത് പൊതുവെ നീക്കാറില്ല. എന്നെ അമ്മ പെട്ടെന്ന് വിളിച്ച് ഉണർത്തിയിട്ട് കൊണ്ടുവന്നാണ് അടുക്കളയിൽ ഇതൊരു സാധനം വന്നു നോക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും പെട്ടെന്ന് പോയി നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം ഇങ്ങനെയൊക്കെ കണ്ടപ്പം ഒരു വീഡിയോ എടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാവരും ഇത് അറിയണം. അമ്മയും പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്നപ്പം എന്താ സംഭവം എന്ന് ആദ്യം പിടിയിട്ടില്ല. കാരണം ചുമരുമ്പിലൊക്കെ കണ്ടോ ഇതേപോലെ നിൽക്കുക. ഇന്നലെ എൻ്റെ ഫാമിലി വീട്ടിൽ നിന്ന് ഒരാൾ ശബരിമലക്ക് പോയി വന്നിട്ട് അരവണ പായസത്തിൻ്റെ ടിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കാത്തൊരു ടിന്നാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് പൊട്ടിത്തെറിച്ചതാണ് സംഭവം. പൊട്ടിത്തെറിച്ചിട്ട് ഒന്നായിട്ട് ഇതൊരു ബോംബ് പൊട്ടിയ എഫക്റ്റിലാണ് കേട്ടോ ഈ പാത്രം പൊട്ടിയത്. അരവണ പാത്രം പൊട്ടിത്തെറിച്ചൊരു ബോംബ് പൊട്ടിയ എഫക്റ്റിലാണ് പൊട്ടിത്തെറിച്ചത്. കാരണം എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ടുണ്ട്. അതവിടെ ചുമരുമ്മലും 2-3 ഭാഗത്തുള്ള ചുമരുമ്മലും വാതിൽമലും അവിടെ ഇനി സംഭവം വെച്ചത് കേട്ടോ. ഈ ഒരു ടേബിളിൻ്റെ മേലെ ഈ പാത്രത്തിൻ്റെ മേലെ ഇനി അരവണ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് പൊട്ടിത്തെറിച്ചിട്ട് എല്ലായിടത്തേക്കും ആയത്. അത് ചുമരുമ വീണ് താഴത്ത് വീണ് അത് ആ ചുമരുമ്മലും ഈ ചുമരുമ്മലും കണ്ട ചുമരുമ്മലൊക്കെ വീണിട്ടുണ്ട്. ആദ്യം പൊട്ടിത്തെറിച്ചിട്ട് അവിടെ താഴത്ത് വീണ്, പിന്നെ കണ്ടോ ആ ഭാഗത്ത് വീണ്, പിന്നെ ഈ ഭാഗത്തേക്ക് ഇതാ ഇഷ്ടം പോലെ ചിന്തിന്. അപ്പോൾ സാധനം ടിന്ന് ഇവിടെയാണ് കിടന്നിഞ്ഞത്. അവിടെ വെച്ച ടിന്ന് ഈ ഭാഗത്ത് കിടന്ന് ഇവിടെ തോനെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവം ഇത്ര ഇവിടെ തട്ടി നിലത്ത് തട്ടി പിന്നെ തെറിച്ച് അപ്പുറത്തേക്ക് പോയി എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവില്ല. ഞങ്ങൾ കാണാത്തതുകൊണ്ട് രാവിലെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. എന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങളൊന്നും കേട്ടിട്ടില്ല. അമ്മ എന്തോ രാത്രി എന്തോ സൗണ്ട് കേട്ടിനെന്ന് പറഞ്ഞു. പക്ഷേ എന്താന്ന് ഫാനൊക്കെ ഇടണോണ്ടുമ്പോൾ അധികം സൗണ്ടൊന്നും കേൾക്കൂലല്ലോ റൂമിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഒന്ന് പറയണ്ടായിനി അങ്ങനെ എന്തോ ഉണ്ടായിനിന്ന്. അപ്പോൾ ഇത് വളരെ വലിയൊരു അപകടമാണ് പോയിരുന്നതെന്ന് തോന്നുന്നത്. കാരണം അരവണ സാധാരണ ഞങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ടിൻ്റെ ഒക്കെ ഉപകരണമുള്ള സാധനമല്ല അത്. അപ്പോൾ ഫ്രിഡ്ജ് അടക്കം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വലിയ അപകടമല്ല പോയതെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി അമ്മേൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേട്ടേക്കാം. അമ്മ ഫസ്റ്റ് തന്നെ രാവിലെ വന്നപ്പോൾ വാതിൽ കടന്നപ്പോൾ കാരണം സംഭവം ഞെട്ടിപ്പോയി. ഇതെന്താ അരവണയാണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ, എന്താ സംഭവം എന്നും മനസ്സിലായി. ഇതിങ്ങനെ ചുമരുമ്പിലും നിലത്തൊക്കെ കിടക്കുന്ന ആകെ പേടിച്ചായി. പിന്നെയാണ് കണ്ടോ പൊട്ടിക്കണ ഓപ്പൺ ചെയ്യണ ഭാഗത്തല്ല പൊട്ടിത്തെറിച്ചത്, അടിഭാഗമാണ് കേട്ടോ പൊട്ടിയത്. കണ്ടോ ടിന്ന് കണ്ടോ ഓപ്പൺ ചെയ്യണ ഭാഗം ഉണ്ടല്ലോ അത് അവിടെ തന്നെ ഉണ്ട്. അടിഭാഗമാണ് പൊട്ടിയത്. അപ്പോൾ നമ്മൾ അടിഭാഗം നിലത്ത് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ മേലെ വെച്ചത്. പക്ഷേ പൊട്ടി അത് അങ്ങനെയൊക്കെ ആയിപ്പോയി. മൂടിയൊക്കെ ചതുങ്ങിയ പോലെ ആയിപ്പോയി. ഇതിൻ്റെ ഉള്ളിൽ ഒരു പൊടി അരവണല്ല കേട്ടോ, ഫുള്ള് പുറത്തേക്ക് തെറിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇത്രയും പ്രഷറിൽ പൊട്ടിത്തെറിച്ച് എന്താ കാരണം എന്നാണ് മനസ്സിലായിട്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ വാർത്തയിൽ ഇങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. കണ്ടോ അങ്ങനെയാണ് ഈ രീതിയിലാണ് ടിന്ന് തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓപ്പൺ ചെയ്യണ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം പൊട്ടിത്തെറിച്ച്. കുപ്പീൻ്റെ കോലം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വേറെ ഒന്നും കാണണമൊന്നുമില്ല, അരവണ മാത്രമേ ടിന്നിൻ്റെ ഉള്ളിലുള്ളൂ. പിന്നെ അതെങ്ങനെ പൊട്ടിയെന്നാണ് മനസ്സിലാവാത്തത്. അപ്പം ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാം. നേരിട്ട് കണ്ട അമ്മേൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടോക്കാം. സംഭവം ഡേറ്റ് ഒന്നും കഴിഞ്ഞ അരവണ പായസമല്ല കേട്ടോ. ഡേറ്റൊക്കെ കറക്റ്റാണ്. 2024 ഡിസംബർ തന്നെയാണ് വരുന്നത്. പിന്നെ എന്താ പ്രശ്നം എന്നാണ് മനസ്സിലാകാത്തത്. പിന്നെ ഇത് ഞാൻ പറയല്ല, വേറെ ആളാണ് കൊണ്ടുപോയി തന്നത്. ഓരോ വീട്ടിലും സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ചെറുതായിട്ടൊന്ന് ഓപ്പണായിട്ട് സാധനം പുറത്തായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ എൻ്റെ വീട്ടിലും മാത്രം ഉണ്ടായതെന്ന് പറഞ്ഞ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. കണ്ടോ ഡേറ്റ് കണ്ടോ 2024 ഡിസംബറാണ്. ഡേറ്റിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ സംഭവം എന്നാണ് മനസ്സിലാവാത്തത്. അപ്പം ബാക്കി ഉള്ളവരുടെ കമൻസൊക്കെ നമുക്കൊന്ന് കേട്ടോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഇതാ അവൾ തുടയ്ക്കാൻ തുടങ്ങിയിട്ടോ. രാവിലെ തന്നെ നല്ല പണി കിട്ടി വൈഫിന്. കാരണം ഇതൊക്കെ ഇനി തുടച്ചുണ്ടാക്കണ്ടേ, ചുമരും വൃത്തികേടായി. അരവണ കൊണ്ടുവന്നിട്ടാണെന്ന് അത് തിന്നാനും പറ്റിയില്ല.
പിറ്റേന്ന് തിന്നാന്ന് വിചാരിച്ച് എടുത്ത് വെച്ച് ഒരു കണക്കിന് എന്തോ ഉള്ളതുകൊണ്ടാണല്ലോ പൊട്ടി തെറിച്ചത് അല്ലേ. അപ്പോൾ തിന്നാഞ്ഞോ നന്നായി, കാരണം തിന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും അടങ്ങാറാവുകയാണെങ്കിലോ സംഭവം എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഇങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുണ്ടോ അടുക്കള 2 വാതിലുണ്ട് കേട്ടോ അടുക്കളക്ക്. ആ 2 റൂമും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ പാത്രങ്ങളും അരവണയൊക്കെ വെച്ച്. ഈ 2 ഡോറും ക്ലോസ് ചെയ്തിട്ട് ഒരു റൂം പോലെയാണ് അടുക്കള വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ചൂടുണ്ട്, ചൂടുകാലം അല്ല, തണുപ്പ് കാലമാണല്ലോ ഇപ്പോൾ ഡിസംബർ. പക്ഷേ ഇപ്പോൾ തണുപ്പ് കുറവാണ്, രാത്രിയൊക്കെ ചൂടുണ്ട്. ആ ചൂട് റൂമിൻ്റെ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നമാണോ? അങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കുക ഒരു സാധനമൊക്കെ, അതറിയില്ല. എന്തായാലും നിങ്ങൾ സീൻ കണ്ടല്ലോ പൊട്ടിത്തെറിച്ചത്. ഈ മേശൻ്റെ കവറിൻ്റെ അടിയിലും മേശൻ്റെ അടിയിലും എല്ലായിടത്തും ഇനി ആവാനൊരു സ്ഥലവും ബാക്കിയില്ല, എല്ലായിടത്തും ആയാണ്. ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, തുടച്ച് വൃത്തിയാക്കാണ്. കുപ്പി ഇവിടെ നിന്നാണ് കിട്ടി, അവിടെ വെച്ച കുപ്പി അവിടെ നിലത്ത് തട്ടിയിട്ടൊക്കെ തെറിച്ച് ഇങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൂടുതൽ ചിന്തിയിട്ടുള്ളത് അട്ടിക്ക്. പിന്നെ ഈ മേശൻ്റെ വടവിലും ഉള്ള ചുമരുമ്പിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി അമ്മക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഞാനെൻ്റെ പാത്രം നോക്കിയിട്ട് പാത്രം കാണല്ലേ, ഒന്നും കാണല്ലേ, തേർന്ന് നോക്കിയിട്ട് എന്താ ചെയ്യട്ടെന്ന് അറിയില്ല. ഒറ്റക്കൊക്കെ ചാക്കും ഞാൻ. ഇതെന്താ അറിയണ്ടേ, പിന്നെ പാത്രം കിട്ടണ്ടേ. അപ്പൊ ഞാൻ അവിടെയൊക്കെ നോക്കി, നിന്റെ ബാക്കിൽ അവിടെയൊക്കെ നോക്കിയൊന്നും കാണാനില്ല. അപ്പോഴെവിടെ കിടക്കണത്? അവിടെ വെച്ച സാധനം അന്നേരം അവിടെ നോക്കി അവിടെ കിടക്കണം. എന്നിട്ട് എന്താ വിളിക്കപ്പോ നീച്ചിട്ടുള്ളൂ? പിന്നെന്താ അല്ല, നീച്ച് വന്നിട്ട് കുറെ നേരമായി ഇവിടെ നിന്ന് ഞാനിത് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ കഥ വെച്ചിട്ട് വാതിലൊക്കെ ഇന്നലെ പറഞ്ഞല്ല, ഇവിടുത്തെ വാതിൽ ഇങ്ങനെ ഇതായി കിടക്കുന്നത്, കുറ്റി വന്നിട്ട് കിടക്കുന്നത്. അപ്പൊ ആരെങ്കിലും തുറന്നു നല്ലോട്ടും നോക്കി ഞാൻ എവിടെയും തുറന്നോ. അന്നേരം നിങ്ങൾ ഓരോരുത്തരും അച്ചേക്കണം. ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടായി. ഇപ്പൊ ഇതിപ്പോ പോകുമ്പറ്റുണ്ടായില്ലേ കുഞ്ഞാവശ്യത്തിൻ്റെ അവിടെ അവിടെ വെച്ചിട്ടുള്ളൂ. വെച്ച് ആദ്യം ഇട്ടാ ഇവിടെ പള്ളഭാഗം പിടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഏതാ പൊട്ടി കിടക്കണം, ചിന്തി കിടക്കണമായിട്ട്. ആർക്കും തിന്നാൻ കിട്ടിയില്ല എന്തായാലും. പിന്നെ 2 വാതിലും അടച്ചെടുത്ത് ചൂടെടുത്തിട്ട് വിങ്ങിട്ട് പൊട്ടുമോ? നമ്മളൊക്കെ ഇന്ന് എത്ര പഴയ വീട്ടിലാകുമ്പോ പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നു, എന്നിട്ട് ഒന്നും ആയില്ലല്ലോ. കൊറേ കാലം വെക്കലില്ലേ? ഇതിപ്പോ ഫ്രിഡ്ജിലാച്ചാ പൊട്ടി തെറിക്കില്ല, ഫ്രിഡ്ജിൻ്റെ ഉള്ളില് പൊട്ടുന്നതിന്. അപ്പൊ ഫ്രിഡ്ജൊക്കെ പൊട്ടി തെറിക്കില്ലേ? ഫ്രിഡ്ജിന്റെ മൂടി വരെ തുറന്നു. അതിന് ഫ്രിഡ്ജിലാണല്ലോ വെക്കല്. പിന്നെ ഫ്രിഡ്ജിലെല്ലാം വെക്കല്. ഇത് ആദ്യമായിട്ടുള്ള സംഭവം അങ്ങനത്തെ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പൊട്ടുകയാണെങ്കിൽ ഒരു താഴത്തേക്കായിട്ട് വീഴല്ലേ ചെയ്യുള്ളൂ, താഴത്തേക്കല്ലേ. ഇത് ഇങ്ങനെ അങ്ങോട്ട് എല്ലായിടത്തും ഇങ്ങോട്ട് പൊട്ടി തെറിച്ചായി ദേഷ്യമുള്ളായി. ഇതെവിടെയൊക്കെ ഇറക്കണം. പൊട്ടിച്ചാണോ? പൊട്ടിച്ചതിൻ്റെ വാലൊക്കെ വാങ്ങുന്നത്. പൊട്ടിച്ച വാലൊക്കെ തുറന്നിടൂലേ? ഇവിടെ പൂട്ടിയതല്ലേ? അങ്ങനെയൊക്കെ തുറന്നിട്ടില്ലേ? അല്ല, ഇത് കഴിഞ്ഞ് ഉണങ്ങും വേഗം നിലത്ത് വീണാല്. വേഗം പോകണ്ടല്ലേ തുടച്ചിട്ട്? അതന്നെ ചോദിക്കുന്നത്. താഴത്തെ ഇതിന്റെ മേലെ വെച്ച സാധനം കാറ്റ് വീണിട്ട് ഇങ്ങോട്ട് പൊന്തി പോരുന്നത്. അല്ല, ഇത് ഇങ്ങനെ തട്ടി നിലത്ത് വീണിട്ട് പിന്നെ പോയതായിരിക്കാം. അത്ര കുറെ വീണുണ്ടാവും. ഇങ്ങനെ ഇങ്ങനെയാവണേ ഞാൻ ചോദിക്കുന്നത്. സോമേപ്പനിക്കൊക്കെ തെറിക്കണം. ആ സൗണ്ട് കേൾക്കൂലേ? അവിടുന്ന് ഇവിടെ വീണിട്ട് പിന്നെ ഇവിടേക്കൊക്കെ ഇങ്ങനെ എത്ര അങ്ങോട്ട് പോയി. പിന്നെ ചുമരുമ്പലൊക്കെ ഇവിടെയൊക്കെ ഉള്ളത് തുടച്ചതല്ലേ ഇപ്പോൾ? രാത്രി എന്താ ഉണ്ടായില്ല. ഞാൻ കിടന്നു കഴിഞ്ഞാല് പിന്നെ ഒരു ഒച്ചയിട്ടിനി. അപ്പം ഞാൻ ചിങ്ങൾ വാതിൽ തുറന്നിട്ടെന്ന് വെച്ചിട്ട് ഞാൻ ലൈറ്റ് ഡൈനിങ് ഹാളിൽ ലൈറ്റ് ഉണ്ടാകുന്ന വാതിൽ തരികളില്ല, ലൈറ്റൊന്നും ഇല്ല. ഞാൻ അന്നാണ് പൊട്ടി തെറ്റിയാണ് അത്.
നല്ല സൗണ്ട് ഉണ്ടായിനി. ആ ഒരു നല്ലൊരു ഇതുണ്ടായിനി. അപ്പം ഞാൻ വെച്ച് പിന്നെ വേറെ ഒന്നും കേൾക്കില്ല. ഞാൻ ഫാന് ഇതാക്കി ഒച്ചയിട്ടിട്ട്. അപ്പം നിങ്ങളെ വെച്ചാൽ വാല് തുറന്നിട്ടില്ല. അപ്പോൾ പൊട്ടിണ്ടാവും. എന്നാലും ഞാൻ ഈ സൗണ്ട് തന്നെ ഇട്ടു. ഇങ്ങനെ വീണ് ഇവിടെ തെറിച്ച് അപ്പുറത്തേക്ക് എന്നാലും ഇവിടെ എത്തില്ല സാധനം. ബാലുണ്ടോ? ഈ ചുമരുമല്ലും ഉണ്ടല്ലോ. ആ ഞാനിത് നിന്നിടത്തുനിന്ന് എന്തെന്ന് പറയാ, അവിടെ നിന്നും പാത്രം കാണാനില്ല. ഞാൻ വേപ്പട്ട് ഒക്കെ തിരിഞ്ഞു നോക്കുകയാണ്. പാത്രങ്ങൾ കാണില്ല. പിന്നെ ഇതെങ്ങനെ സാധനം ഇവിടെ കാണുന്നു? ഫോട്ടോ എടുത്താൽ ആൾക്ക് മനസ്സിലാവും. വീഡിയോ എടുത്ത് വെച്ചോണ്ട് ഇപ്പൊ മനസ്സിലാവില്ല. പാത്രം കാണാനില്ല. തെരഞ്ഞെടുത്തിട്ട് പാത്രം ഈ മൂലക്കിലല്ല, അവിടെ അതിന്റെ അവിടുന്ന് തെറിച്ചിട്ട് ഇപ്പൊ ഇവിടെ അപ്പോഴും എങ്ങനെ തെറിക്കുക? അവിടെ ഉള്ള പാത്രം അങ്ങോട്ട് വീണിട്ട് പിന്നെ ഇങ്ങോട്ട് പൊന്തിയായിരുന്നു. അപ്പൊ ഇവിടെ വീണിട്ടല്ല ഇങ്ങോട്ട് തെറിച്ചിട്ടുണ്ടാവുക. ആ ചുമരുമ്മലെത്തിയില്ല. ഇത് പ്രഷറിൽ ഇങ്ങനെ പൊട്ടി ഇവിടെ വീണ പൊന്തിയിട്ട് ഇപ്പുറത്തേക്ക് ഇവിടെ വീണ് അവിടെ തെറിച്ചിട്ട് പിന്നെ പാത്രം അങ്ങനെ ഇവിടെ കിടക്കണ. അല്ല, അത് വീണ അതിൽ തന്നെ പകുതി മുക്കാലും പോയിണ്ടാവും. ഇവിടെ ഉള്ളത് എന്നാലും അവിടുന്ന് തെറിച്ചാൽ അത്ര അങ്ങോട്ട് പോകും. ആ പൊട്ട ചുമരുമ്മലൊക്കെ ഈ ചുമരുമ്മലും പിന്നെ പാത്രം വെടിയും. തുടച്ചിപ്പോൾ വൃത്തിയാക്കണ പണിയപ്പോൾ വേണ്ടി അതിനെക്കാട്ടിയല്ലേ കൊണ്ടുവരാത്തില്ലേ? ചൂടുകൊണ്ടാണോ? ചൂടല്ലല്ലോ ഇപ്പൊ, തണുപ്പ് കാലല്ലേ, ഡിസംബർ അല്ല ഇപ്പൊ അത്. അതിന് ചൂട് കുറവില്ല, തണുപ്പ് അതിനത്ര ഇല്ലല്ലോ. എന്നാലും രണ്ട് വാതിലും അടച്ചിട്ട് പ്രഷർ കൊണ്ട് ആവുമോ എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ആർക്കുണ്ടെങ്കിൽ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ കുറച്ച് നോക്കാൻ പറ്റേ ഇതൊക്കെ ഫ്രണ്ട്സ് റൂമിലേക്കും ബോംബ് പൊട്ടി അത്ര തന്നെ. ഒരു ബോംബ് പൊട്ടി അത്ര തന്നെ. ബോംബ് പൊട്ടിയ ആകെ രാത്രി അറിയാൻ നന്നായി അപ്പം പോയത്. ഇന്നിപ്പോ എന്താഴ്ചയാണ്? ഇന്നെന്താഴ്ച? ചൊവ്വാഴ്ച അല്ലേ? ഇന്ന് ചൊവ്വ, ഡിസംബർ. ഇന്ന് എത്രാം തീയതി? 10-ാം തീയതി അല്ലേ? 9 10 ഇന്ന്. 10-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നലെ അല്ല 9-ാം തീയതി. ആ ഇന്ന് 10-ാം തീയതിത്തെ അവസ്ഥയാണ്. പൊളിച്ചക്ക് 5 മണി കേട്ടോ. ഏകദേശം ചുമരുമുട്ടൊക്കെ ഏകദേശം തുടച്ച് കഴിഞ്ഞു. ഞങ്ങളിതിങ്ങനെ തുറന്ന് കയറിയപ്പോൾ ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചു തന്നില്ല ആ ഒരു അവസ്ഥ. ഇനി ഇപ്പോൾ അത് 5:15 സമയം. ഓരോ കഷ്ടപ്പാട്. പാത്രല്ലല്ലോ മോശമാണ്. ഇത് പാല് തുറന്നപ്പോ ചുമരുമ്പോ ചിത്രം വരച്ചായിട്ട് കാണുന്നത് നോക്കുക ഞാന്. അതെല്ലാ ചുമരുമ്പിലും ഇങ്ങനെ പാറി കിടക്കുമ്പോൾ നന്നായിട്ട് കാണുന്നുണ്ട്. പിന്നെയാണ് ഇവിടെ സാധനത്തിന്റെ ഓർമ്മ വരുന്നത്. അപ്പോൾ എന്താന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. വന്ന് കാണുമ്പോൾ ആകെ ഞെട്ടി പോവില്ലേ ചുമരുമ്പിലൊക്കെ. ഞാൻ ആരാ കേറി ഉണ്ടാവും വിചാരിച്ച്. അതാണ് ഇവിടെ ശുദ്ധി കിടക്കണം വിചാരിച്ചു. കള്ളന്മാരെന്താ കാട്ടിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും ആദ്യം. അപ്പോൾ ഗൈസ്, ഇത്രയും വലിയ വലിയ സംഭവങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത് വീട്ടിൽ. അതും പുലർച്ചെ രാവിലെ തന്നെ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ.
വലിയൊരു ഇതെന്നാണ് കഴിച്ചിലായത്. കാരണം എന്താ വെച്ചാൽ ഇത് പുറത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചിലായത്. സാധാരണ ഫ്രിഡ്ജിലാണ് വെക്കൽ. ഫ്രിഡ്ജിൽ നിന്ന് പൊട്ടിത്തെറിച്ചിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കറണ്ടിൻ്റെ ഉപകരണമാണല്ലോ, എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. അതിൽ നിന്നൊക്കെ കഴിച്ചിലായിന്ന് സമാധാനിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല, അല്ലെങ്കിൽ ഇന്നത് കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒഴിവായി കിട്ടി. എല്ലാം കൊണ്ടും ഭാഗ്യം ഞങ്ങളെ കടാക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇങ്ങനത്തെ ഒരു അനുഭവം ഈ സീസണിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ബായ്.